മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്ത് കേരളത്തിൽ ഇസ്ലാം എത്തി എന്നതിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും ഐക്യകണ്ഠേന സമ്മതിച്ച യാഥാർത്ഥ്യമാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്ത് കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നത്. എങ്കിലും അക്കാലം മുതൽ പ്രചരണം നടന്ന് പ്രവർത്തനം തുടങ്ങിയ ഇസ്ലാമിക ആശയങ്ങളും ആദർശങ്ങളും സന്ദേശങ്ങളും 1300 കൊല്ലക്കാലം നിരാക്ഷേപം നമ്മുടെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അവിടെ ആർക്കും തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൻ്റെ പ്രചരണം നടന്നപ്പോൾ അതിൻ്റെ ആശയത്തിൽ, ആദർശത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളിൽ ഒന്നും തന്നെ ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത നിലക്ക് 1300 കൊല്ലക്കാലം ഈ കേരളക്കരയിൽ ആ പ്രക്ഷോഭിതമായ ഇസ്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മാറ്റം വരുന്നത് 1921 ശേഷം ഇവിടെ ഉടലെടുത്ത ചില പുത്തൻ ചിന്താഗതിക്കാരിലൂടെയാണ്. ആ പുത്തൻ ആശയക്കാർ അവരാദ്യം നിഷ്പക്ഷ സംഘം എന്ന് പറഞ്ഞ്, പിന്നെ ഐക്യസംഘം എന്ന് പറഞ്ഞ്, പിന്നെ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ്, അങ്ങനെ വഖാബി ആശയം ഈ രാജ്യത്ത് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അക്കാലത്ത് ദീർഘദൃഷ്ടിയോടെ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും ചേർന്നുകൊണ്ട് സമത്വ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് ഇവിടെ രൂപം നൽകിയത്. നേരത്തെ ഇവിടെ പണ്ഡിത സഭയോ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്ന സംഘടനാ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം കേരളക്കരയിൽ ഇസ്ലാമിക പ്രവർത്തനം നടന്നിട്ടില്ല എന്ന ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇസ്ലാമികമായ പ്രവർത്തനങ്ങളും ദഅ്വ പ്രവർത്തനങ്ങളും വേണ്ടതുപോലെ നമ്മുടെ കേരളക്കരയിൽ നടന്നിട്ടുണ്ട്. അത് ഈ രാജ്യത്തുള്ള ഓരോ മുസ്ലിം പള്ളികൾ, മുസ്ലിം മഹല്ലത്തുകൾ, ആ മഹല്ലത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രവർത്തനം നടന്നത്. അവിടെയുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പള്ളിയുടെ മെഹ്റാബിൽ വെച്ച് ആ പള്ളിയിലെ ഉസ്താദ്, അതല്ലെങ്കിൽ അവിടുത്തെ മുദരിസ്, അതല്ലെങ്കിൽ അവിടുത്തെ ഖാളി, അങ്ങനെ തുടങ്ങിയവർ ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിച്ചിരുന്നു. അത് ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അവരെല്ലാവരും അത് അംഗീകരിച്ചിരുന്നു. അങ്ങനെ 1300 കൊല്ലക്കാലം നമ്മുടെ ഈ കേരളക്കരയിൽ ദീനീ ദഅ്വത്ത് നടന്നിട്ടുണ്ട്, യാതൊരു സംശയവും ഇല്ല. പിന്നെ സംഘടന ഉണ്ടാക്കേണ്ടി വന്നത് ഈ ബിദ്അത്തിന്റെ ആളുകൾ വന്ന് അവർ ഐക്യസംഘവും നിഷ്പക്ഷ സംഘവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഘടന രൂപീകരിച്ച് അതിലൂടെ പ്രവർത്തനം നടത്തി ഈ രാജ്യത്തുള്ള സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോഴാണ് ഇനി സംഘടനയില്ലാതെ നമ്മുടെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ, ഓരോ മഹല്ലുകളും അവരുടേതായ രൂപത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇനി അത് മാത്രം പോരാ, ഇനി സംഘടിതമായി യൂണിറ്റുകളും അതിൻ്റെ മേലെ സർക്കിളുകളും അതിൻ്റെ മേലെ സോണുകളും അതിൻ്റെ മേലെ ജില്ലാ കമ്മിറ്റിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഘടനാ സംവിധാനത്തിലൂടെ ഇനി മുന്നോട്ട് പോകാൻ ദീനീ ദഅ്വത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, പാങ്ങിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടന രൂപീകരിച്ച് ഇവിടെ പ്രവർത്തനം നടത്തിയത്. ഇപ്പോ ഒരു വിദ്വാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചത് അങ്ങനെ 925 മുത്തുനബി നിങ്ങൾക്ക് അനുമതി തന്നില്ല, 26 മുത്തുനബി അനുമതി തന്നു, മുത്തുനബി ആമീൻ പറഞ്ഞുണ്ടാക്കിയ സംഘടന സമസ്ത ഇപ്പൊ എവിടെ എത്തി? 100ാം വാർഷികം ആഘോഷിക്കുമ്പോ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എവിടെ? കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ സമത്വ കേരള ജമിയത്തുൽ ഉലമ 925 അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കി. 926 വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും നേതൃത്വം കൊടുത്തുകൊണ്ട് സമത്വ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഏകകണ്ഠമായി ഇവിടെ പ്രവർത്തനം തുടങ്ങിയെങ്കിൽ 2026 അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നുവെങ്കിൽ ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ രൂപപ്പെടുത്തിയ സമത്വ കേരള ജമിയത്തുൽ ഉലമ ഒരു വ്യത്യാസവുമില്ലാതെ, അഭിപ്രായ വ്യത്യാസമില്ലാതെ അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ത് ആശയം വെച്ചുകൊണ്ടാണോ, ഏതാദർശത്തിന്റെ പേരിലാണോ ആ സംഘടന ഉണ്ടാക്കിയതെങ്കിൽ അതേ സംഘടന 2024 അവസാനിക്കുമ്പോഴും അതേ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 989 നിങ്ങളെ പോലെയുള്ള വക്കാബികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ പ്രസ്ഥാനത്തിനെ കൊച്ചാക്കാൻ ശ്രമിച്ചപ്പോൾ, അതിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅ, ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ 5000-ലധികം വരുന്ന പണ്ഡിതന്മാര്
ഒരുമിച്ച് കൂട്ടി അതൊരു ജനറൽ ബോഡിയാക്കി. ആ ജനറൽ ബോഡിയിൽ വെച്ച് അന്ന് 1926 രൂപീകരിച്ച ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുനഃസംഘടന നടത്തി. ഇന്നും അതേ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യത്യാസവുമില്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അത്തരം കള്ളത്തരം പറയുന്ന മൗലവിമാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അത് ഇവിടെ പ്രവർത്തനം വന്ന് തുടങ്ങിയപ്പോൾ ഈ വക്കാബി എന്ന് പറയുന്ന ഈ ബിദ്അത്തിന്റെ കക്ഷികൾ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങൾ കഴിഞ്ഞാൽ ഉടനെ അവരെ തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങൾ അതിൻ്റെ ശരിയായ രൂപം സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഈമാൻ ഉറപ്പിച്ചു നിർത്തുന്ന ഒരവസ്ഥ അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ചെയ്തത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അദ്ദേഹം സ്വന്തം ചെലവിൽ ഒരു വണ്ടിയിൽ ലൗഡ് സ്പീക്കർ ഘടിപ്പിച്ച് പല ഭാഗങ്ങളിൽ നമ്മുടെ മലബാറിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു വക്കാബിന്റെ പ്രസംഗം നടന്നാൽ 941 ശേഷം വന്ന മൗദൂദി, ആ മൗദൂദിയുടെ പ്രസംഗം എവിടെയെങ്കിലും നടന്നാൽ ആ പ്രസംഗം അവസാനിച്ച ഉടനെ അവിടെ വണ്ടി ഒരു സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവിടെ വെച്ച് പ്രസംഗിക്കുകയാണ്. ആ പറഞ്ഞ വക്കാബി മൗലവി ഓതിയ ഹദീസുകളും ആയത്തുകളും അതിൻ്റെ യഥാർത്ഥ രൂപവും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും അതിൻ്റെ അർത്ഥവുമെല്ലാം വളരെ വ്യക്തമായി അവിടെ തന്നെ വന്ന് അങ്ങ് പറഞ്ഞു മനസ്സിലാക്കി ഉഗ്രൻ പ്രസംഗം നടത്തിയിട്ടാണ് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തിരിച്ചു പോരുന്നത്. ഇങ്ങനെ ഉലമാ ആ കാലത്ത് പ്രതിരോധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ ബിദ്അത്തിന്റെ ആളുകൾക്ക് വക്കാബികൾക്ക് ഇവിടെ മുന്നേറാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവര് പുതിയ ഒരാശയം കണ്ടെത്തിയത്. അതെന്താ? ഈ സുന്നികളായ ആളുകളെ നമുക്ക് കിട്ടണമെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതെന്താ? അതൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കൊടുക്കണം. അങ്ങനെയാണ് ഈ വക്കാബിസം ഉണ്ടാക്കിയ അതേ ആളുകൾ ഒരു മാറ്റവുമില്ലാതെ അവിടെ പ്രസിഡന്റായവര്, അവിടെ സെക്രട്ടറിയായവര്, അവര് തന്നെ നേതൃത്വം കൊടുത്തിട്ട് മുസ്ലിം രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇവിടെ രൂപം കൊടുത്തത്. അങ്ങനെ പ്രവർത്തനം തുടങ്ങിയപ്പോഴും സുന്നികളായ ആളുകൾ അതിലേക്ക് വന്നില്ല. കാരണം അത് നേരത്തെ വക്കാബിസ് ഉണ്ടാക്കിയ അക്കൂട്ടര് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല, പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോഴാണ് വക്കാബികൾക്ക് നേരം വെളുത്തത്. എങ്കിൽ ഈ സുന്നികളായ ആളുകളെ കിട്ടണമെങ്കിൽ അവരംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു സുന്നി നേതാവിനെ ഇതിന്റെ തലപ്പത്ത് കൊണ്ടുവരണം എന്നെങ്കിലേ സാധിക്കൂ. അങ്ങനെയാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അതിന്റെ തലപ്പത്ത് അവർ കൊണ്ടുവന്നിട്ട് അവർ പ്രവർത്തനം തുടങ്ങിയത്. അപ്പൊ അവരുദ്ദേശിച്ച പോലെ കാര്യം നടന്നു. സുന്നികളായ ആളുകൾ എല്ലാവരും അതിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. അതിന്റെ മറവില് അവർ വക്കാബിസം ഇവിടെ കട്ടുകടത്തി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സുന്നി പള്ളികൾ വക്കാബികൾ കവർന്നു കൊണ്ടുപോയത്, സുന്നി പള്ളികൾ അവർ പിടിച്ചെടുത്തു കൊണ്ടുപോയത്, അങ്ങനെ സുന്നി വഖഫുകളൊക്കെ അവർ തട്ടിയെടുത്തു കൊണ്ടുപോയത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ ഉലമാഇന്റെ പ്രതിരോധം ഇവിടെ ശക്തമായപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്ന ഈ വക്കാബികൾ വഞ്ചനയിലൂടെയാണ് പിന്നീട് അവരുടെ വക്കാബിസം ഇവിടെ പ്രചരിപ്പിച്ചത് എന്ന് പറയാനാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, 925 അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കി 926 ഒറിജിനൽ കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങിയ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നേതൃത്വം കൊടുത്ത സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ മഹത്തായ പണ്ഡിത സഭ 2026 100ാം വാർഷികം ആഘോഷിക്കുന്നുവെങ്കിൽ അതിന്റെ യഥാർത്ഥ അവകാശികളായി താജുൽ ഉലമയുടെ മക്കള്, സുൽത്താനുൽ ഉലമയുടെ അനുയായികള്, ഇപ്പൊ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഏതൊരു വ്യത്യാസവുമില്ലാതെ യഥാർത്ഥ രൂപത്തിൽ അഖ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് വക്കാബികൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവരുടെ കള്ളത്തരങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ആവശ്യം വരുന്ന സ്ഥലത്ത് മുഖാമുഖങ്ങൾ നടത്തിയിട്ട് സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി. ഇന്നല്ലദീന ഫർഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും ഫീ ശൈഅ ഇന്നമാ അംറുഹും ഇലല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന ഒരായത്ത്, ഈ ദീൻ ചിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ആശയങ്ങൾ യഥാവിധി ഖുർആനിന്റെയും ഹദീസിന്റെയും എതിരാണെങ്കിൽ പോലും അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവിടെ പിത്തനയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന
പറയുന്ന കക്ഷികള് ഒരു പല പാർട്ടികളായി പോയി. മൗലവിയുടെ പരിതപിച്ചു, ഞങ്ങള് 2, 3, 4 ഒക്കെ ടീമായിട്ടുണ്ട്, ശരിയാണ്, അതൊക്കെ ഉണ്ടാകും, അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ 2, 3 ടീമായത് ഞങ്ങൾ സുന്നികളെ കാഫറാക്കി നിങ്ങൾ മുദ്ര കുത്തിയതുപോലെ പരസ്പരം കാഫറാക്കി റിദ്ദത്ത് ആരോപിച്ച നിങ്ങൾ ചിന്ന ഭിന്നമായത്. സുന്നികൾ 2, 3 കക്ഷികളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിദ്ദത്ത് ആരോപിച്ചിട്ടില്ല, അങ്ങനെ റിദ്ദത്തിന്റെ ആരോപണം ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ പരസ്പരം തൗഹീദും ശിർക്കും. സുന്നികളെ നേരത്തെ നിങ്ങൾ മുശ്രിക്കാക്കി എങ്കിൽ നിങ്ങളെ ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ മുശ്രിക്കാക്കുന്നു, ആ ഗ്രൂപ്പ് ഇങ്ങോട്ട് മുശ്രിക്കാക്കുന്നു, മറ്റോല് ഇങ്ങോട്ട് തൗഹീദ് ഇല്ലാത്തവരെന്ന് പറഞ്ഞ് റിദ്ദത്ത് ആരോപിക്കുന്നു. ഈ നിലക്കാണ് നിങ്ങൾ പാർട്ടികളായത്. അങ്ങനെ വിവിധ കക്ഷികളായി തീർന്ന ആളുകൾ നബിയെ തങ്ങൾ അവരെ കൂട്ടത്തിൽ അല്ല കേട്ടോ, തങ്ങളവരുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. പരിശുദ്ധ ഖുർആനാ പറഞ്ഞത് ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരെ കാര്യം അല്ലാഹ് തീരുമാനിച്ചു കൊള്ളും എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. തഫ്സീർ റാസി നോക്കിയാലും തഫ്സീർ തബരി നോക്കിയാലും ദുർറുൽ മൻസൂർ നോക്കിയാലും എല്ലാ തഫ്സീറിലും പറഞ്ഞത് കാണാം. ആയിഷ ബീവിയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചിന്ന ഭിന്നമായി പോയ ഈ കക്ഷികൾ അന മിൻഹും ബരീ, ഞാൻ അവരെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാണ് ആയിഷ. ഉഹും മിന്നി ബുറാ, അവർ എന്റെ കൂട്ടത്തിൽ നിന്നും ഒഴിവാണ്, എന്റെ കൂട്ടത്തിൽ അവരില്ല, അവരെ കൂട്ടത്തിൽ ഞാനുമില്ല, അവർ വേറെ തന്നെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കക്ഷികളുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ നിയമം അത് അംഗീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഈമാനിനെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, സിൽവറി ജൂബിലി ആഘോഷിക്കുന്ന നുസ്രത്തിന്റെ സമ്മേളനം, ആ സമ്മേളനം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം എന്ന് പ്രത്യേകമായി അറിയിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.